കുറേ നാളുകൾക്ക് ശേഷം വീട്ടിൽ ഇഡിലെ മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കത്തിയൊക്കെ ഒന്ന് ഷാർപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് മത്തി വെട്ടാൻ തുടങ്ങി. ഞാനെന്തായാലും ഇങ്ങനെ മീൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആലോചിക്കുമായിരുന്നേ, പണ്ട് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന് വരെ അടുക്കളയുടെ സൈഡിൽ കൂടെ പോലും പോകാറില്ലായിരുന്നേ. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയ്ക്കൊരു സർജറിയുടെ ആവശ്യം കേട്ടോ, ഒരാഴ്ച കിടപ്പിലായി. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുക്കളയിലൊക്കെ എനിക്ക് കയറേണ്ടി വന്നു. അന്നേരം പപ്പ ഇങ്ങനെ സാധാരണ മീനും തൊലിയിരിക്കുന്ന മീനും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ എന്നിട്ട് പപ്പ പറയും, മോനെ ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തൊലിയിരിക്കുന്ന മീൻ വരെ വെട്ടാൻ എന്നെ പഠിപ്പിച്ചത് പപ്പയാണേ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു അമ്മയുടെ ഒരു വില. ഞാൻ പിന്നെ അമ്മയോട് ഇങ്ങനെ ഹെൽപ്പ് വേണമെന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്തായാലും ഇതെൻ്റെ അമ്മയുടെ ഒരു മീൻ തോരൻ വെക്കുന്ന റെസിപ്പി കേട്ടോ. എല്ലാ സാധനങ്ങളും ജസ്റ്റ് പൊടിയായിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് ഉലുവാപ്പൊടി, ഇത്രയും. ബാക്കി എല്ലാം ഉള്ളി, തേങ്ങ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നന്നായിട്ട് കുഴച്ചിങ്ങനെ വെള്ളവും വെച്ചിട്ട് പറ്റിച്ചെടുക്കും കേട്ടോ. ഇടയ്ക്ക് ഇളക്കത്തൊന്നുമില്ല. അങ്ങനെ എടുക്കുന്ന ഒരു മീൻ പീര നല്ല ടേസ്റ്റ് കേട്ടോ. പിന്നെ ഒരു മാമ്പഴ പുളിശ്ശേരിയും വെച്ചു, കുറച്ച് മത്തി എടുത്ത് വറക്കുകയും ചെയ്തു. ഇത് നാട്ടുമാങ്ങയൊന്നുമല്ല, നമ്മുടെ ഇവിടുത്തെ മാങ്ങയാണ്. എന്തായാലും എനിക്ക് നല്ല വിശപ്പുണ്ട്. പിന്നീട് ഒരിക്കൽ ഞാൻ ഇതിൻ്റെ റെസിപ്പി